വെൽക്കം ബാക്ക് ടു അനദർ എപ്പിസോഡ്. ഈ വീക്കിലെ ലാലിഗയിലെ മത്സരങ്ങൾ എങ്ങനെയുണ്ടായിരുന്നു എന്നുള്ളതാണ് നമ്മൾ ഈ എപ്പിസോഡിലൂടെ നോക്കാൻ പോകുന്നത്. നമുക്ക് ആദ്യം തന്നെ റയൽ, ബാഴ്സ, അത്ലറ്റിക്കോ ഇവരുടെ മാച്ചിന് മുന്നേ ടേബിളിലോട്ട് ഒന്ന് നോക്കുമ്പോൾ ഇപ്പോൾ നിലവിൽ ബാഴ്സലോണയാണ് ഒന്നാം സ്ഥാനത്തുള്ളത്. താഴെ റയൽ മാഡ്രിഡ്, അത്ലറ്റിക്കോ തിരിച്ചെത്തിയിട്ടുണ്ട് ടോപ്പ് പൊസിഷനിലോട്ടൊക്കെ. പക്ഷേ ഏറ്റവും അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം, ഈ ടേബിളിൻ്റെ താഴോട്ട് നോക്കുമ്പോൾ റയൽ ബെറ്റിസ്, അതുപോലെ ലാസ് പാൽമാസ്, പിന്നെ സെവിയ, വലൻസിയ ടീമുകളൊക്കെയാണ് നിലവിൽ 4 മത്സരം തീരുമ്പോൾ, 3 മത്സരം ചില ടീമിന് തീരുമ്പോൾ ടേബിളിൻ്റെ ഏറ്റവും താഴെ ഉള്ളത് എന്നുള്ളതാണ്. ഒരു മത്സരം പോലും ജയിക്കാൻ ഈ ടോപ്പ് ടീമുകൾക്ക് കഴിഞ്ഞിട്ടില്ല. ലാസ് പാൽമാസ് അറിയാം, ഇപ്പോൾ നിലവിൽ പ്രീമിയറിൻ്റെ എല്ലാം പോയ ശേഷം പുതിയ കോച്ചൊക്കെയാണ്. പക്ഷേ ബാക്കി വലൻസിയ, സെവിയയിലാണ് നിലവിൽ പ്രീമിയറിൻ്റെ ഉള്ളത് കോച്ചായിട്ട്. ഇതുവരെ ഒരു വിന്നിങ് റണ്ണിലുള്ളത്. പഴയ പോലെ 1-2 വർഷമായിട്ട് സെവിയൻ്റെ ലീഗിലെ പ്രകടനം അത്ര നല്ലതല്ല. ഫിനാൻഷ്യൽ ഫെയർ പ്ലേക്ക് നന്നായിട്ട് അഫക്റ്റ് ചെയ്ത ടീമുകളിലൊന്നാണ്. അതുപോലെ വലൻസിയയും ഒന്ന് തിരിച്ചു വരാനുള്ള ശ്രമത്തിലായിരുന്നു. പക്ഷേ ആദ്യത്തെ ഒരു ഇൻ്റർനാഷണൽ ബ്രേക്കിന് മുന്നേയുള്ള പോയിന്റ് ടേബിൾ നോക്കുമ്പോൾ ഈ ടീമുകൾക്കൊന്നും അത്ര നല്ല റിസൾട്ടല്ല ഇതുവരെ ഉണ്ടായിട്ടുള്ളത്. അതായത് ഒറ്റ വിജയം പോലും നേടിയെടുക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായൊരു കാര്യം. ഇനി ബാക്കി മത്സരങ്ങളിലോട്ട് നോക്കുമ്പോൾ ഈ വീക്കിലെ ലാലിഗയിലെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള മത്സരം ബാഴ്സലോണൻ്റെ തന്നെയായിരുന്നു. 7-0. ഇതിൽ റാഫീനിൻ്റെ ഹാട്രിക് തന്നെയാണ് എടുത്തു പറയേണ്ടത്. മത്സരത്തിൽ ഒരു ഫ്ലിക്കിൻ്റെ കീഴിൽ ടീം എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് ശരിക്കും ആരാധകർക്ക് കാണിച്ചു തന്നൊരു മത്സരമായിരുന്നു ഇത്. ആദ്യം മുതൽ അവസാനം വരെ ഫസ്റ്റ് ഗോൾ വരാൻ കുറച്ച് ലേറ്റ് ആയിരുന്നുള്ളൂ. പക്ഷേ അതിന് മുന്നേ ചാൻസുകൾ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു. ഓൾമോൻ്റെ പോസ്റ്റിൽ കൊണ്ടുപോയതടക്കമുള്ള കുറേ ചാൻസുകൾ ഉണ്ടായിരുന്നു. മത്സരത്തിലോട്ട് ഓരോ ഗോളൊന്നും എടുത്ത് നോക്കേണ്ട ആവശ്യമില്ല, നമുക്ക് മിക്കവാറും ഫാൻസ് എല്ലാവരും കണ്ടതായിരിക്കും. ടീമിൻ്റെ ഓൾമോസ്റ്റുള്ള പ്രകടനം വെച്ച് നോക്കുമ്പോൾ കഴിഞ്ഞ മത്സരങ്ങളിൽ കണ്ടിട്ടുള്ള പോലെ തന്നെ റാഫീനെ സെൻറ്ററിലോട്ട് കൊണ്ടുവന്നിട്ടുള്ള ആ ഒരു ടാക്ടിക്സ് തന്നെയാണ് ഫ്ലിക്ക് ഈ മത്സരത്തിലും തുടർന്നിട്ടുള്ളത്. ബാക്കി വലിയ കാര്യമായിട്ടുള്ള മാറ്റങ്ങളും ടീമിൽ ഉണ്ടായിരുന്നില്ല. പെഡ്രി ഒന്ന് ഡീപ്പായിട്ട് നിന്നിട്ടാണ് ഈ മത്സരത്തിൽ കളിക്കണത് എന്നുള്ളതാണ് ഒരു പ്രശ്നമായിട്ട് തോന്നിയത്. കാര്യം താരത്തിൻ്റെ ഒരു ക്രിയേറ്റിവിറ്റി നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഡീപ്പായിട്ട് കളിക്കുമ്പോൾ ബോൾ ഹോൾഡ് ചെയ്യാനൊക്കെയാണ്, പക്ഷേ ഒരു ക്രിയേറ്റിവിറ്റി കൊണ്ടുവരാൻ പലപ്പോഴും ഡീപ്പായിട്ട് കളിക്കുമ്പോൾ താരത്തിന് കഴിയാറില്ല, നല്ല ചാൻസ് കിട്ടില്ല എന്നുള്ളതാണ്. ബാക്കി എല്ലാ രീതിയിലും നമ്പർ 10 പൊസിഷൻ കളിച്ച ഓൾമോ ആണെങ്കിലും ബാക്കി പിന്നെ ലെവൻഡോസ്കി, അതുപോലെ ലമീൻ നല്ല പ്രകടനത്തിന്. ലമീൻ്റെത് ഇപ്പോൾ തുടർച്ചയായിട്ടുള്ള എല്ലാ മത്സരത്തിലും ഗോൾ, ഒരു അസിസ്റ്റ്, ഗോൾ കോൺട്രിബ്യൂഷൻ വരുന്നുണ്ട്. ഇത്ര 7 ഗോളിന് ജയിച്ചു. ഇത് ഏതായാലും ഒരു സ്റ്റേറ്റ്മെൻറ്റ് വിന്ന് തന്നെ പറയാം. ഇനി ഒരു ഫിയർ ഫാക്ടർ, ഏകദേശം ഇത്ര ഗോളൊക്കെ പഴയ പോലെ കുറേ ഗോളുകളൊക്കെ 4-5 ഗോളുകൾ അടിച്ച് ജയിക്കണ രീതിയിലോട്ട് ബാഴ്സലോണ തിരിച്ചു വരും തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ലെവൻഡോസ്കിൻ ഗോൾ കണ്ടെത്തിയിരുന്നു. ലെവൻഡോസ്കിൻ്റെ 1-2 ചാൻസ് പോയതുണ്ടായിരുന്നു, എങ്കിലും കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെ താരം ഗോൾ സ്കോർ ചെയ്തു. ഫെറാൻ ടോറസ് വന്നിട്ട് താരം ഗോൾ സ്കോർ ചെയ്തു. പിന്നെ റഫീന മാൻ ഓഫ് ദ മാച്ച് പ്രകടനം. ബാക്കി ക്ലീൻ ഷീറ്റ് ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്നുള്ളതും വലിയൊരു കാര്യമാണ്. ഇങ്ങനെയുള്ള മത്സരത്തിൽ അവർക്ക് ചാൻസ് ഉണ്ടായിരുന്നു, പക്ഷേ നല്ല രീതിയിൽ തന്നെ അത് ഡിഫെൻഡ് ചെയ്യാൻ ടെർ സ്റ്റെഗനെ ഒരു 1-on-1 ഒന്ന് തടുത്തത്, അത് വളരെ നന്നായിരുന്നു. പിന്നെ അതുപോലെ ഇറങ്ങിയത് ബെർണാളിൻ്റെ ഇഞ്ചുറി കാരണം പകരം ഇറങ്ങിയ കസാഡോ നല്ല പ്രകടനം തന്നെയായിരുന്നു. പക്ഷേ ബാക്കി മത്സരത്തിലോട്ട് നല്ല പ്രസംഗങ്ങൾക്കുള്ള ടീമൊക്കെ വരുമ്പോൾ എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് അറിയില്ല. പക്ഷേ കഴിഞ്ഞ മത്സരത്തിൽ നല്ലൊരു പ്രകടനം തന്നെയായിരുന്നു കാഴ്ചവെച്ചത്. ഇനി ഇൻ്റർനാഷണൽ ബ്രേക്ക് കഴിഞ്ഞിട്ട് ഒരുപക്ഷെ ഡിയോങ്ങൊക്കെ തിരിച്ചു വരുമ്പോൾ ടീമിൻ്റെ ഒരു മൊത്തത്തിലുള്ള ഡൈനാമിക്സ് അങ്ങനെയൊക്കെ ചിലപ്പോൾ ചേഞ്ച് ആവാൻ ചാൻസ് ഉണ്ട്. എന്തായാലും ഡിയോങ് വന്നാൽ ഡബിൾ പ്യൂട്ടിൽ ഒരാൾ ഡിയോങ് ആവും എന്നുള്ളത് ഉറപ്പാണ്. പിന്നെ അതുപോലെ പെഡ്രീൻ്റെ പൊസിഷൻ, നേരത്തെ പറഞ്ഞ പെഡ്രീൻ്റെ പൊസിഷൻ ഒന്നെങ്കിൽ ലെഫ്റ്റ് വിങ്ങോ അല്ലെങ്കിൽ ഒരുപക്ഷെ ഓൾമോ അല്ലെങ്കിൽ പെഡ്രി, ഒരാൾ കൂടുതൽ കളത്തിൽ ഒരു സമയം ഉണ്ടാവുന്നതാവും നല്ലത് തോന്നുന്നു. രണ്ടുപേർക്കും ഒരു അതിൽ നമ്പർ 10 പൊസിഷൻ കൂടുതൽ ബോക്സിലോട്ട് കയറുന്ന ആ രീതിയിൽ കളിക്കുമ്പോഴാണ് രണ്ടുപേരിൽ നിന്ന് കൂടുതൽ ഔട്ട്പുട്ട് ഉണ്ടാവുക. പിന്നെ അതുപോലെ കൗണ്ടർ വരുമ്പോഴും പാസ് കൊടുക്കാൻ രണ്ടുപേരും സ്പേസ് ഉണ്ടാക്കി പാസ് കൊടുക്കാനൊക്കെ രണ്ടുപേരും ഒരുപോലെ നല്ലതാണ്. അപ്പോൾ ഇവർ രണ്ടുപേരെ എങ്ങനെ ഒരേ സമയം യൂട്ടിലൈസ് ചെയ്യുമോ, ഇനി ബാക്കി താരങ്ങളെല്ലാവരും വന്നാൽ എല്ലാവരെയും മാറി മാറി യൂട്ടിലൈസ് ചെയ്യുന്നുള്ളതൊക്കെ കണ്ടറിയേണ്ടതാണ്. പിന്നെ അതുപോലെ ബാൾഡെ സത്യം പറഞ്ഞാൽ ആ ടീമിൻ്റെ ഒരു ഫോർമേഷൻ മത്സരത്തിൽ നോക്കുമ്പോൾ തന്നെ കാണുന്നില്ല. റഫീൻ ഇങ്ങോട്ട് സെൻറ്ററിലോട്ട് വരുന്നോട് ആ ലെഫ്റ്റ് വിങ് കൂടുതൽ ഒഴിഞ്ഞെടുക്കുന്നത് ബാൾഡേക്ക് വേണ്ടി ഒഴിച്ചിട്ട പോലെ തന്നെയായിരുന്നു. നമ്മൾ സാധാരണ പൊസിഷൻ ഫുട്ബോളൊക്കെ കളിക്കുന്ന സമയമായിരുന്നെങ്കിൽ അങ്ങോട്ട് ഒരു റൈറ്റിലോട്ട് പ്ലേസ് ഓവർലോഡ് ചെയ്തിട്ട് ബാൾഡേക്ക് ബോൾ കൊടുക്കുന്ന പോലെ അങ്ങനെ മാത്രം ചാൻസ് ക്രിയേഷന് കുറേ സമയം ഒരു പക്ഷേ അങ്ങനെ തന്നെ കൂടുതൽ അറ്റാക്കുകൾ വന്നേനെ. പക്ഷേ ഫ്ലിക്കിൻ്റെ ഐഡിയ അങ്ങനെയല്ല. ബാൾഡേക്ക് അത് അവിടെ സ്പേസ് ഉണ്ടാകുമ്പോൾ പലപ്പോഴും ബാൾഡേക്ക് ബോൾ കിട്ടും, പക്ഷേ അല്ലാത്ത സമയങ്ങളിൽ നേരെ ത്രൂട്ട് ഡയറക്റ്റ് അറ്റാക്ക് വന്നത് മാത്രം. അത് സെൻറ്ററിലൂടെ തന്നെ റഫീന, അതുപോലെ ഉൾമ അവരിലൂടെ തന്നെ മാക്സിമം അറ്റാക്ക് പോകുന്ന രീതിയിലായിരുന്നു.
മത്സരത്തിൽ തന്നെ ഏറ്റവും എടുത്തു പറയേണ്ടത് ഉണ്ടാക്കിയ ചാൻസുകൾ തന്നെയാണ്. ഗോൾ അടിച്ചത് അവിടെ വെക്കട്ടെ, പക്ഷേ ഇഷ്ടംപോലെ തുടർച്ചയായിട്ട് ഒന്നിന് പുറകുന്നതായിട്ട് ചാൻസുകൾ ഉണ്ടാക്കി ഉണ്ടാക്കി തന്നെയാണ് മത്സരം പോയത്. അതുകൊണ്ട് ടീം നല്ലൊരു ഫ്ലോയിൽ തന്നെയാണ് കളിച്ചു പോകുന്നതെന്ന് കരുതാം. ഇനി ഇൻ്റർനാഷണൽ ബ്രേക്കാണ്, 2 ആഴ്ച കഴിഞ്ഞിട്ട് കാണാൻ പറ്റുള്ളൂ ടീമിൻ്റെ മത്സരങ്ങളെല്ലാം. ഇപ്പോൾ ആ സമയമാകുമ്പോഴേക്കും വേറെ താരങ്ങൾക്കൊന്നും ഇഞ്ചറി ഇല്ലാതിരിക്കട്ടെ എന്ന് കരുതാം. പിന്നെ എടുത്തു പറയേണ്ടത് മത്സരത്തിലെ അവസാനം ഇറങ്ങിയ സെർഗി ജി ഡൊമിംഗോസിനെ കുറിച്ചിട്ടാണ്. ഡിഫൻഡർ ആയിട്ടുള്ള താരം വളരെ കമാൻ കമ്പോസ്ഡ് ആയിട്ടായിരുന്നു മത്സരം കളിച്ചത്. ഇത് പ്രസ് ചെയ്യാൻ 1-2 പ്ലേയേഴ്സ് വന്നിട്ട് പോലും അവരൊക്കെ ഒന്ന് ജസ്റ്റ് വട്ടം ഇറക്കി മുന്നോട്ടുള്ള പാസ് കൊടുക്കാൻ ത്രൂ ബോളൊക്കെ വെച്ചെടുത്തത് വളരെ നന്നായിരുന്നു. ഗോള് എത്ര സ്കോർ ചെയ്യുന്നതിനേക്കാളും 1-2 ഇങ്ങനത്തെ കുറച്ച് പോസിറ്റീവുകളും കൂടി മത്സരത്തിൽ കാണാനുണ്ടായിരുന്നു എന്നുള്ളതാണ്. സെർജിനോ വെങ്കസൊക്കെ നല്ല, അതായത് അത്യാവശ്യം വന്നാൽ ഫസ്റ്റ് ടൈമിൻ്റെ ഒപ്പം ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റിയ താരം തന്നെയാണ് എന്നുള്ളത് കുറച്ച് സമയം കൊണ്ടൊന്ന് കാണിച്ചു തന്നു. അത് വളരെ കമാൻ കമ്പോസ്ഡ്, പെട്ടെന്ന് ആ ഒരു കിട്ടിയ ചെറിയ ചാൻസ് കിട്ടിയതിൻ്റെ ഒരു നെർവസ്നെസ്സോ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. വളരെ നല്ല രീതിയിൽ തന്നെ കളിച്ചു. പിന്നെ അതുപോലെ പെട്ടെന്ന് തന്നെ കുറച്ച് സബ്സ്റ്റിറ്റ്യൂട്ടുകൾ നേരത്തെ തന്നെ ഇറക്കിയിട്ട് ഫ്ലിക്ക് ടീമിനെ ഒന്ന് മാനേജ് ചെയ്തത് അത് നന്നായിരുന്നു. അവസാനം വരെ നിർത്തി പല താരങ്ങൾക്കും ഇഞ്ചറി ആവുന്നതൊക്കെ ഒഴിവാക്കാൻ നന്നാവും, നേരത്തെ തന്നെ സബ്സ്റ്റിറ്റ്യൂട്ടുകളൊക്കെ ഇറക്കിയിട്ട്. ഇത്രയൊക്കെയാണ് ബാഴ്സലോണ മാച്ചുള്ളത്. അതൊരു ഫുള്ളി ഡോമിനൻ്റ് പ്ലേ തന്നെ ആയിരുന്നു. ടീമിനും ഫാൻസിനും ഒരു കോൺഫിഡൻസ് നൽകുന്ന തരത്തിലുള്ള ഗെയിം തന്നെ ആയിരുന്നു എന്ന് പറയാം. പിന്നെ പറയാനുള്ളത് റയൽ മാഡ്രിഡിൻ്റെ മത്സരത്തെ കുറിച്ചിട്ടാണ്. ഇന്നലെ രാത്രി ഉണ്ടായിരുന്നത്. റയൽ മാഡ്രിഡ് 2-0 ജയിച്ചു. എംബാപ്പെ ലാലിഗയിലെ ആദ്യത്തെ ഗോള് കണ്ടെത്തി. അതും ഫസ്റ്റ് കഴിഞ്ഞ ടീം മത്സരത്തിൻ്റെ മുന്നേ നമ്മൾ പറഞ്ഞ പോലെ അൻസെലോട്ടി ആ ഒരു മിഡ്ഫീൽഡിനെ അങ്ങനെ സെറ്റ് ചെയ്യുന്നുള്ളതായിരുന്നു കാര്യമായിട്ട് അറിയാനുള്ളത്. മത്സരത്തിൽ സെബിയോസ് ആണ് നമ്പർ, അതായത് സെൻട്രൽ മിഡ്ഫീൽഡ് പൊസിഷനിലോട്ട് വന്നത്, ബ്രഹീമിനും അർദാഗുളർക്കും പകരം. പക്ഷേ ആ ഒരു എപ്പോഴും ആ ഫസ്റ്റ് ഹാഫിൽ ഒരു ഗോള് കണ്ടെത്താനുള്ള റയലിന് സഹായിച്ചില്ല എന്നുള്ളതാണ്. ആ ഒരു മിഡ്ഫീൽഡിൻ്റെ കൺട്രോൾ ബെല്ലിംഗ്ഹാം ഇല്ലാത്ത സമയങ്ങളിൽ ടീമിന് കഴിഞ്ഞ മത്സരങ്ങളിലെല്ലാം വേറെ വേറെ കോംബോ ഫസ്റ്റ് ലെവലിൽ പരീക്ഷിച്ച് നോക്കിയിട്ട് ബ്രഹീം, അർദാഗുളർ, അതുപോലെ ഇപ്പോൾ സെബിയോസ് പരീക്ഷിച്ച് നോക്കിയിട്ടും ആ ഒരു ഡൊമൻ പ്ലേ തുടക്കം മുതൽ റയലിന് കണ്ടെത്താൻ കഴിയുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. ബെറ്റിസ് ആണെങ്കിൽ തുടക്കം മുതൽ 1-2 ചെറിയ ചാൻസുകളൊക്കെ ഉണ്ടാക്കിയിരുന്നു, പക്ഷേ ഒരു ഗോൾ സ്കോർ ചെയ്യാനൊന്നും കഴിഞ്ഞില്ല. റയലിനുണ്ടായിരുന്നു. പിന്നെ ഗോൾ വന്നത് വൽവേർഡൻ്റെ ഫ്ലിക്ക്, ഒരു പാസ് വന്നപ്പോൾ ജസ്റ്റ് ഒന്നും നോക്കാതെ നേരെ ബോക്സിലോട്ടൊന്ന് ബാക്കിൽ ഇട്ട് കൊടുത്തു. അത് കറക്റ്റായിട്ട് അത്രയും റൺ എടുക്കാൻ എന്തായാലും അറിയാം എംബാപ്പെ. അത്തരം അങ്ങനെ ഒരു ബോളൊന്ന് എന്തായാലും അടിപൊളിയായിട്ട് ഒരു തരത്തിലെ ആക്സലറേഷൻ അറിയാം, അപ്പോൾ ആരാണ് ആ ഒരു ആക്സലറേഷൻ വെച്ചിട്ട് കൂളായിട്ട് കയറി ഗോൾ അടിച്ചു. ഒരു ടിപ്പിക്കൽ എംബാപ്പെ ഗോൾ. അങ്ങനെ ബോൾ ഇട്ട് കൊടുക്കാൻ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ, അതായത് വിനീഷ്യസിനെ അറിയാം, ഒരു ഹൈപ്രസൊക്കെ ടീമൊക്കെ ആണെങ്കിൽ വിനീഷ്യസിനെ അങ്ങനെ ബാക്കിൽ നിന്ന് ഗോൾ കൊടുത്താലും ഒരു പക്ഷേ എത്തും. പക്ഷേ എംബാപ്പേൻ്റെ ഒരു ഗുണം ഇങ്ങനെയുള്ള ക്ലോസ് സ്പേസ് ആയാലും താരം എങ്ങനെയാലും ഓടി എടുത്ത് ഗോൾ കണ്ടെത്തുന്നുള്ളതാണ്. അപ്പോൾ ബോൾ അതുപോലെ താരത്തിന് ഫീഡ് ചെയ്ത് കൊടുക്കാൻ പറ്റിയ താരങ്ങൾ മിഡ്ഫീൽഡിൽ വേണം. ഇപ്പോൾ ഫെഡ വൽവെർഡെയാണ് കഴിഞ്ഞ മത്സരത്തിലും അതിനുള്ളിൽ എല്ലാ മത്സരങ്ങളും അത്യാവശ്യം നന്നായി കളിക്കുന്ന ഫെഡ വൽവെർഡെയാണ്. താരത്തിൻ്റെ എന്തായാലും റൈറ്റ് വിങ്ങിൽ അങ്ങനെ അധികം യൂസ് ചെയ്യുന്നില്ല. റൈറ്റ് സൈഡിൽ മിക്കവാറും മിഡ്ഫീൽഡിൽ തന്നെയാവും, ഡബ്ല്യു ചൊബിനിൻ്റെ കൂടെ തന്നെയാവും കൂടുതൽ ചാൻസിലോട്ട് ഉപയോഗിക്കാൻ പോകുന്നത്. കാര്യം ഡിഫൻസിലും അതുപോലെ ഇതുപോലുള്ള അത്യാവശ്യ ഘട്ടങ്ങളിൽ ഗോൾ കോൺട്രിബ്യൂഷനും അത് പാസ് ത്രൂ ബോൾ ഇങ്ങനെ ചിലതും ചെയ്യാൻ ഫെഡവലോട്ടിനെ കൂടെ കഴിയും. പിന്നെ ഷോട്ട് എടുക്കാനുള്ള കേപ്പബിലിറ്റി നമുക്കറിയാം. എവിടെ നിന്ന് വേണമെങ്കിൽ ഷോട്ട് എടുത്ത് ഗോളാക്കാൻ കഴിയുന്ന ഒരു താരമാണ് വൽവേർഡ്. ഇപ്പോൾ നിലവിലെ ടീമിൽ ബെല്ലിംഗ്ഹാമും കൂടി ഇല്ലാത്ത സമയത്ത് ടീമിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് താരം തന്നെ പറയാം. പിന്നെ രണ്ടാമത്തെ ഗോളുന്നത് വിനീഷ്യസിനെ ഫൗൾ എന്ന് പറയാൻ ഡൈവാണ്, പക്ഷേ ഒരു ഫൗള് കൊടുത്തു, അത് എംബാപ്പെ ഗോളാക്കി. പിന്നെ താരത്തിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. പിന്നെ എൻട്രിക്കൊക്കെ അവസാനം വന്നു, പക്ഷേ പിന്നെ ഗോൾ സ്കോർ ചെയ്യാൻ കഴിയില്ല. എപ്പോഴും റയലിന് ഒരാശ്വാസം ഇതിനു മുന്നേ ഇൻ്റർനാഷണൽ ബ്രേക്കിന് മുന്നുള്ള അവസാന മത്സരത്തിൽ ജയത്തോടെ നിർത്താൻ പറ്റുന്നതാണ്. ഇൻ്റർനാഷണൽ ബ്രേക്കിന് ശേഷം മിക്കവാറും ബെല്ലിംഗ്ഹാം തിരിച്ചു വരുന്നുണ്ടാവും. അപ്പോൾ പിന്നെ കൂടുതൽ തലവേദന ഉണ്ടാവില്ല. പിന്നെ അതിനുശേഷം ടീമിൽ ഇതുപോലെയുള്ള പ്രഷൻസ് പരീക്ഷണം നടത്തി വെക്കാൻ ആൻസലോട്ട് തയ്യാറാവണം ഉണ്ടാവില്ല. അതുകൊണ്ട് ഈ മത്സരം ജയത്തോടെ അവസാനിപ്പിക്കാൻ കഴിയുന്നുള്ളതാണ് റയലിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ആശ്വാസകരമായ കാര്യം. പിന്നെ ഉള്ളത് അത്ലറ്റിക് മാഡ്രിഡാണ്. അത്ലറ്റിക് മാഡ്രിഡ് കഴിഞ്ഞ മത്സരങ്ങളിലൊക്കെ ഉള്ള പോലെ തന്നെ ആ ഒരു സിമിയോണി പ്ലേ തന്നെയാണ് തുടർന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. ഗോൾ കണ്ടെത്താൻ കഴിയണില്ല എന്നുള്ളൊരു പ്രശ്നമാണ്. ഇപ്പോൾ മത്സരത്തിലാണെങ്കിൽ ഗല്ലാകാരൊക്കെ ഫസ്റ്റ് 11 ചാൻസ് കൊടുത്തു സിമിയോണി, പക്ഷേ ഗോള് അവസാനം വന്നത് ഇഞ്ചുറി ടൈമിൽ സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് വന്ന ഏഞ്ചൽ കൊറിയ ഇഞ്ചുറി ടൈമിൽ വന്ന ആ ഒരു കൗണ്ടർ നീക്കത്തിലൂടെ താരം നേരെ പോയി ഗോൾ അടിക്കുന്നു. പിന്നെ അതിന് ശേഷം സ്വർലോത്തിന് ചാൻസ് കിട്ടിയിരുന്നു. സ്വർലോത്തിന് കഴിഞ്ഞ മത്സരത്തിൽ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ മത്സരത്തിന് മുന്നത്തെ മത്സരത്തിൽ ഇതുപോലെ അവസാനമൊക്കെ 1-on-1 ചാൻസ് കിട്ടും. പക്ഷേ അത് ആരും ക്ലിനിക്കൽ എന്തുകൊണ്ടും അറിയില്ല. കാര്യം വലിയ റയലിൽ കളിക്കുന്ന സമയത്ത് അറിയാം നല്ല ക്ലിനിക്കലായിട്ടുള്ളത് അറിയുന്നു. റയലിനെതിലുള്ള മത്സരമൊക്കെ നോക്കിയാൽ മതി.
താരം പറന്ന് നടന്ന് ഗോളിക്കുന്നു ബാഴ്സക്കെതിരെ മത്സരം. താരം ഗോൾ ടീം പ്ലേ ആണെങ്കിലും മറ്റേ ഗെയിം ബിൽഡപ്പ് ആണെങ്കിലും അതുപോലെ ഇതുപോലെ കൗണ്ടർ അടിക്കാനായിരുന്നെങ്കിൽ താരം നല്ല ഫിസിക്കുള്ള അത്യാവശ്യം നല്ല സ്പീഡുള്ള താരമാണ്. ഈ ഇതിൽ പറയാം കൗണ്ടർ അവസാനം താരത്തിൻ്റെ കൂടെ ഡിഫൻഡർ ഉണ്ടായിരുന്നു സൊർലോത്തിൻ്റെ കൂടെ, എന്നിട്ടും ബീറ്റ് ചെയ്തു, ഡിഫൻഡറെ ബീറ്റ് ചെയ്തു, ഓഫ് കോഴ്സ് ഫിസിക്കലി തന്നെ ബീറ്റ് ചെയ്തിട്ട് മുന്നോട്ട് പോയിട്ട് പക്ഷേ അവസാനം ഗോൾ കണ്ടെത്താൻ കഴിയില്ല. താരം ഒന്നും കൂടി ക്ലിനിക്കൽ ആവണം എന്നുള്ളതാണ് അത്ലറ്റിക് മാഡ്രിഡിനെ സംബന്ധിച്ചിടത്തോളം നല്ലത്. അല്ലാതെ മൊറാട്ട പോലെ തന്നെയാണെങ്കിൽ പിന്നെ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. കഴിഞ്ഞ പ്രാവശ്യം പറയുമ്പോൾ ടോപ്പ് സ്കോർ ലിസ്റ്റിലൊക്കെ ഉണ്ടായിരുന്ന താരമാണ് ലാലിഗൻ്റെ. അപ്പോൾ എന്തായാലും സൊർലോത്തും കൊണ്ട് ഒരു പക്ഷേ ഫോമിലോട്ട് എത്തിയാൽ അത്ലറ്റിക് മാഡ്രിഡിന് ഒരു വിന്നിങ് സ്ട്രീക്കിലോട്ട് പോകാൻ കഴിയുന്നില്ല. വേറെ വലിയ പ്രശ്നമൊന്നും അവർക്കുള്ളതായി തോന്നുന്നില്ല. കാര്യം സിമോണിൻ്റെ ഡിഫൻസാണ്. അപ്പോൾ അധികം ഡിഫൻസ് അധികം പൊട്ടണമൊന്നുമില്ല, പക്ഷേ ഗോൾ കണ്ടെത്താൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഒരു പ്രശ്നമായിട്ട് തോന്നിയത്. പിന്നെ അതുപോലെ യുലിയൻ അൽവാരസും പിന്നെ അൽവാരസിനെ എങ്ങനെയാണ് സിമിയോണി ഉപയോഗിക്കാൻ പോകണമെന്നുള്ളതും ഒന്ന് കണ്ടറിയേണ്ടതാണ്. കാര്യം ഡീപ്പായിട്ട് നന്നായിട്ട് കളിക്കാൻ കഴിയുന്ന താരം. അപ്പോൾ പ്ലേ മേക്കറാണോ അതോ ഗോളിങ്ങനെ തന്നെയാണ്, ഗോൾ സ്കോറിങ് തന്നെയാണ് കാര്യത്തിൽ നിന്ന് ഉന്നം വെക്കണമെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ മത്സരത്തിലൊക്കെ ഇറക്കിയ പോലെ ചിലപ്പോൾ സ്ട്രൈക്കർ ആയിട്ട് തന്നെ ഇറക്കാനുള്ള ചാൻസ് ഉണ്ട്. അല്ലാതെ മുപ്പരും ഗ്രീസ്മാൻ ഒരുമിച്ച് കളിക്കണം അത്ര നല്ലതാവുമെന്ന് തോന്നണില്ല. അപ്പോൾ ഇതൊക്കെയാണ് ലാലിഗയിലെ ഈ വീക്കിലെ ടോപ്പ് ടീമുകളെ കുറിച്ചുള്ളത്. പിന്നെ അതുപോലെ ജിറോണ ആദ്യ മത്സരത്തിലൊക്കെ ഒന്ന് പത്തരെങ്കിലും ഇപ്പോൾ വീണ്ടും ജയിച്ചു തുടങ്ങിയിട്ടുണ്ട്. ജിറോണ ടോപ്പിലോട്ട് തന്നെ വന്നിട്ടുണ്ട്. 5-ാമതോ 6-ാമതോ എന്തോ ആണ് ടേബിളിൽ. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് സെവിയ, വലൻസിയ അതുപോലെ ബെറ്റിസൊക്കെയാണ് ഇപ്പോൾ ടേബിളിൻ്റെ താഴെ ഉള്ളത്. ഒരു ലീഗ് മുന്നോട്ട് പോകുമ്പോൾ കഴിയുമായിരിക്കും, പക്ഷേ നല്ലൊരു തുടക്കമല്ല അവർക്ക് ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ്. ഇത്രയൊക്കെയാണ് ലാലിഗയിലെ ഈ വീക്കിലുള്ള മത്സരങ്ങൾ. ബാഴ്സലോണക്ക് എന്തായാലും റയലിനും ഇൻ്റർനാഷണൽ ബ്രേക്കിന് ശേഷം മറ്റ് പരിക്കുകളൊന്നും ഇല്ലാതെ ടീമുകൾക്ക് മുന്നോട്ട് പോകാൻ കഴിയട്ടെ എന്ന് വിശ്വസിക്കാം. ഇതിൽ പോഡ്കാസ്റ്റ് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാൻ നന്ദി. നമസ്കാരം.